എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നിരവധി കോളേജുകൾ, അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകൾ, എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളതിലെല്ലാം നല്ലതുപോലെ സ്വകാര്യ മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെ വീണ്ടും കുറേയും കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു സമ്പദ് വ്യവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ ദശലക്ഷക്കണക്കിന് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥിനികളെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ കോഴ്സ്, പുതിയ തരത്തിലുള്ള പുതിയ പഠന രീതിയിൽ തന്നെ ലോകത്തെമ്പാടുമുള്ള ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിർവഹിക്കാനും സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ മാറ്റം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് വരുത്തും എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിനാവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ളതാണ് ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിച്ചത്. അത് SFI ഉൾപ്പെടെയുള്ള എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. മൂലധന നിക്ഷേപം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേരളത്തിൽ അതിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. ഇനി അതിനെ കുറേയും കൂടി ആസൂത്രിതമായ രീതിയിൽ ഫലപ്രദമായി എങ്ങനെ കേരളീയ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഒരു വിജ്ഞാന സമൂഹത്തിൻ്റെയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവരുമായിട്ട് കേരളീയ സമൂഹമാകെ നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പ്രതിപക്ഷം പറയുന്നത് അവർ നിഷേധാത്മകമാണ്, അവരുടെ വിമർശനമൊന്നുമല്ല. അവർ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ പാടില്ല, കേരളയിൽ ഉൾപ്പെടെയുള്ള ഒന്നിനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ കേരള സദസ്സ് വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറിയവരാണ്. ഒരു തരത്തിലും കേരളത്തെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ലോകത്തെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ്. അവർ ആ പ്രതിപക്ഷം പറയുന്നതൊന്നും ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നും പോസിറ്റീവായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു നയമാറ്റവും ഇല്ല, എല്ലാം നയം ഉള്ള നയം തന്നെ. പുതിയ നയം എന്തോ വന്നിരിക്കുന്നു എന്നുള്ള ഒരു തെറ്റിൻ്റെ അതാ ഞാൻ പറഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗമാണ്. സംസ്ഥാനത്തിന് മാത്രം മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ച് ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരു മുതലാളിത്ത സമൂഹമാണല്ലോ ഇന്ത്യ. ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിനും ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരും. ജനകീയ ചൈന പോലും ആ നിലപാടാണ് സ്വീകരിച്ച് മുന്നോട്ട് പോയത്. അവിടെ സോഷ്യലിസ്റ്റ് ആണല്ലോ, അവിടെ പോലും ആ നിലപാട്. ഇവിടെ സോഷ്യലിസ്റ്റ് ഇല്ല, മുതലാളിത്തം. അല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മലയാളം? പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവർക്ക് എവിടെയാണ് വിയോജിപ്പ്, എവിടെയാണ് യോജിപ്പ്, അതെല്ലാം കണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നതാണ് പറഞ്ഞത്. അതാ പച്ച മലയാളം. ഇതിങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഞങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ള പുതിയ വിദ്യാഭ്യാസ നയമുണ്ട്, അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചിലത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ആ ഗവൺമെൻറ് അറിയേണ്ടത്. ഇത് CPM അല്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നേരത്തെ 3 മണിക്കൂർ പ്രസംഗിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെയ്യാനാ? ഞാൻ പറഞ്ഞല്ലോ, ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പരിമിതി എന്താണ് എന്ന കാര്യം ഞാൻ മുഴുവൻ വിശദീകരിച്ചില്ലേ. 10 വർഷം മുമ്പായാലും 5 വർഷം മുമ്പായാലും ഇക്കൊല്ലായാലും ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിതാണ്. അല്ല, പണ്ടേ പറഞ്ഞതിൽ നിന്നും കാര്യമായ മൗലികമായ മാറ്റമൊന്നുമല്ല. സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തെ ഉപയോഗിക്കാമെന്ന് തന്നെയാണ് കാണുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എല്ലാ കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. നമുക്കെന്തിനാ അടച്ചു കെട്ടിയിട്ടുള്ള ഒരു കാര്യം എന്തിനാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്? എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് ചെയ്യാം. സ്വാശ്രയ കോളേജുകളിൽ എത്ര കൊല്ലമായിട്ട് ഇവിടെ തുടരുകയാണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്വാശ്രയ കോളേജ് മോറാടിയിൽ ഇപ്പോൾ സ്വാശ്രയ കോളേജ് ഉണ്ടല്ലോ, കോപ്പറേറ്റീവ് അടിസ്ഥാനത്തിൽ. സാമൂഹ്യ പശ്ചാത്തലം വേണമെന്നേ ഉള്ളൂ. ഇപ്പോൾ അഞ്ചാമ്പടിയിലുണ്ട്, ഇല്ലേ? അറിയോ? ഉണ്ടോന്ന് ഉണ്ടില്ലേ? രാത്രിയില്ലേ? മുന്നാടില്ലേ? കാഞ്ഞിരങ്ങാടില്ലേ? ഇന്ന് കേരളത്തിലെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടുണ്ട്. അതാണ് ഞങ്ങളിപ്പം പറഞ്ഞത്. സഹകരണ മേഖല, പൊതുമേഖല, ഇൻഡിവിജ്വൽസ്, ഇവരുടെ എല്ലാം മൂലധനം നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്?
എന്തിന് സാധിക്കാണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ തീരുമാനിക്കുക? അവർ തോന്നും പോലെ നിങ്ങൾ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന പറയുക. യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്തൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു. അതാ അപ്പോൾ ഇപ്പോൾ പറഞ്ഞതാണ് ശരി. കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്, അവർക്ക് ഇനി പുറത്ത് പോകേണ്ടി വരില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് അന്നേരം പറഞ്ഞത് അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞത് നയം മാറ്റുമെന്ന് പറയേണ്ട കാര്യമില്ല. നയം തന്നെയാണ്, അന്നത്തെ നയവും ഇന്നത്തെ നയവും തന്നെയാണ്. അന്നത്തെ നയത്തിൽ നിന്ന് കുറേയും കൂടി ആഴത്തിലുള്ള ഒരു പഠനവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥ. അന്ന് ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ? എപ്പോൾ കേട്ടത്? ആദ്യമായിട്ട് കേട്ടത് ഇപ്പോൾ? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് പുതിയ പദപ്രയോഗമാണ്. അപ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ വമ്പിച്ച രീതിയിലുള്ള മൂലധന നിക്ഷേപം വേണം. ആ മെറിറ്റിലൊന്നും ഇരട്ടിമറി ഉണ്ടാവില്ല. മെറിറ്റിലൊക്കെ ഉള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. ഏറ്റവും നല്ല മെറിറ്റുള്ളവരല്ലേ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ളത്. അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഏത് വിദേശമായാലും ആരും അത് അംഗീകരിക്കും. ഞാൻ എതിർത്തിരുന്നില്ല. വെറുതെ വേണ്ട അല്ല, ബേബിയൊന്നും എതിർത്തിരുന്നില്ല. വെറുതെ നിങ്ങൾ എതിർപ്പ് അദ്ദേഹത്തിൻ്റെ വായിലിങ്ങനെ കുത്തിത്തിരുത്തുകയാണ്. ശരി, നിർത്താം. ആവട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. ഒരേ നയമാണ്. പിന്നെ വേറെ നയം ഉണ്ടെങ്കിൽ പിന്നെ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപമാകാമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നിലവിൽ തന്നെ സ്വകാര്യ നിക്ഷേപമുണ്ട്. എല്ലാവരുമായും ചർച്ച ചെയ്ത മാറ്റങ്ങൾ നടപ്പാക്കുമെന്നാണ്. ഇക്കാര്യം SFIയുമായും സംസാരിക്കും. സ്വകാര്യ മൂലധനത്തിനൊക്കെ നിങ്ങളിതാ നിങ്ങൾ ഏതിൻ്റെ നിക്ഷേപത്തിന് ലാഭം, കൂടുതൽ ലാഭം അല്ലേ? പിന്നെ റിപ്പോർട്ടറാകുമ്പോൾ അത് മാത്രമല്ല, ഈ മാധ്യമങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി വേറൊരു താല്പര്യമുണ്ട്. അത് ഈ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു മനസ്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പണി കൂടി മാധ്യമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അത്രയും വലിയ വ്യത്യാസം. ഒരു സംശയമില്ല, മൂലധന താല്പര്യം ഉണ്ടാവുന്നു. പക്ഷേ അത് സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തണം. അത്രയേ ഉള്ളൂ. സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള സ്വാഭാവികമായിട്ടുള്ള താല്പര്യം കൈകഴിയും. അതല്ല അവരോട് ചോദിച്ചാൽ അതിനോട് ചോദിക്കുന്നില്ല. ഞാൻ നയം പറഞ്ഞു, ഞാൻ നയം വ്യക്തമായില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നയം വ്യക്തമാക്കാനുണ്ടെങ്കിൽ പറഞ്ഞോ. അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറയണ്ട. നിങ്ങൾക്ക് നയം വ്യക്തമായോ? എന്താ പറയുക? നിങ്ങൾ ഏതാ? ഏഷ്യാനെ തീരുവേ ഇല്ല സംശയം. അത് കാരണം അത് വിമർശനമല്ല, അത് കൃത്യമായിട്ടുള്ള ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. നിങ്ങളോടൊന്നും പിന്നെ വേറെ വർത്തമാനം പറ്റുന്ന ഒരു കാര്യമില്ല. മടിക്കുന്നവർ വരണ്ട. അങ്ങനെയാണ്. അത് മനസ്സിലായില്ലേ? കൂത്തുപറമ്പ് സമരത്തിൽ ഞാനല്ലേ ഉണ്ടായി. കൂത്തുപറമ്പ് സമരത്തിൽ എന്താ ഉന്നയിച്ചത്? സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളുടെ പ്രവേശനം ഉൾപ്പെടെ വിദ്യാഭ്യാസ കച്ചവടമാണെന്ന് നടന്നത്. അത് UDFൻ്റെ നയമാണ്. അന്നൊരു നിയമവും അവർ കൊണ്ടുവന്നില്ല. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള നയം എന്താ? സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകൾ, അത് മെഡിക്കൽ കോളേജായാലും എഞ്ചിനീയറിംഗ് കോളേജായാലും പ്രവേശനത്തിന് നിയമം കൊണ്ടുവന്നു. എന്താ നമ്മുടെ നയം? സാമൂഹ്യ നിയന്ത്രണത്തോടെ ആരംഭിക്കണമെന്നാണ്. എന്താ സാമൂഹ്യ നിയന്ത്രണം? മെറിറ്റ്, കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പാവപ്പെട്ടവർക്കടക്കം സാധിക്കുന്ന സൗകര്യം. മെഡിക്കൽ കോളേജിലെ NRI സീറ്റ് പോലും മെഡിക്കൽ കോളേജ് എൻട്രൻസ് പരീക്ഷ കമ്മീഷണർ നടത്തുന്ന പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമേ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകാർക്ക് വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഫീസ് അവർക്ക് തോന്നിയ പോലെ വാങ്ങാൻ പറ്റില്ല. ആര് നിശ്ചയിക്കും? നിയമം നിശ്ചയിച്ച റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കും. ഇതാണ് സാമൂഹ്യ നിയന്ത്രണം. പരിയാരം ഉൾപ്പെടെയുള്ള അന്നത്തെ കോളേജ് ആരംഭിക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നില്ല. UDFൻ്റെ നയം കച്ചവടം മാത്രമാണ്. LDFൻ്റെ നയം സാമൂഹ്യ നിയന്ത്രണമാണ്. അതിന് നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജും ഉൾപ്പെടെ തുടങ്ങാൻ ഇടയാക്കിയത്. ഇപ്പോൾ പൂർണ്ണമായ എൻട്രൻസ് പരീക്ഷ റാങ്ക് ലിസ്റ്റ് എന്നാണ് വിദ്യാർത്ഥി പ്രവേശനം. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ നയവും UDFൻ്റെ നയവും രണ്ടും രണ്ടാണ്. ആ ഇടതുപക്ഷ നയമാണ് ഇപ്പോൾ പുതുതായി ബജറ്റിൽ വന്നത്. സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാവും. അല്ല, പറയട്ടെ. സാമൂഹ്യ
സാമൂഹിക നിയന്ത്രണം വന്നപ്പോൾ നമ്മളെ കോഴിക്കോട് സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നു അന്ന് MES ആണ് അത് അംഗീകരിച്ചത്. അവരെന്താ പറഞ്ഞത്? നിങ്ങളെ ലിസ്റ്റ് നിന്ന് ഞങ്ങൾ എടുക്കൂലെന്ന്. ഇപ്പോൾ എടുക്കുകയാണല്ലോ. ജബ്ബാർ ഹാജി അത് അന്ന് പറഞ്ഞത് എന്താ അറിയാം? നിങ്ങളെ ലിസ്റ്റ് നിന്ന് എടുക്കൂലെന്നാ. ഇപ്പോൾ എടുക്കാൻ തുടങ്ങിയല്ലോ. അതുകൊണ്ട് കേരളത്തിലൊരു നിയമത്തിന് വിധേയമായി വരുന്നവരുണ്ട്. ഇപ്പോൾ പിന്നെ മീഡിയ വൺ വരുന്നില്ല, വേണ്ട. മീഡിയ വണ്ണിൻ്റെ ആൾ വരുന്നില്ലെങ്കിൽ വേണ്ട. സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമായി വരുന്നവർ വരും. ഇപ്പോൾ ഓക്സ്ഫോർഡ് വിദേശ സർവകലാശാലയല്ലേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി? ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ആരും കണ്ടില്ല. ആ കരാറിലെ വ്യവസ്ഥ എന്താ? ഇവിടെയുള്ള മിടുക്കന്മാരായ കുട്ടികളെ അവിടെ ഗവേഷണത്തിന് എടുക്കാമെന്നാണ്. സംഗതി ഇത് തന്നെ. നമ്മളെ കുട്ടികൾ പുറത്തേക്ക് പോകണ്ട, നമ്മളെ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കാൻ കഴിയണം. അങ്ങനെ ഒരു നയം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ബേജാറ്. മേഖലയിൽ സ്വകാര്യ നിക്ഷേപമാകാമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. സ്വകാര്യ നിക്ഷേപം നയം മാറ്റമല്ല, സാമ്പത്തിക പ്രതിസന്ധിയും ഒരു കാരണമാണ്. വിജ്ഞാന സമൂഹത്തെ ഒറ്റയ്ക്ക് നിർമ്മിക്കാനാവില്ല. എല്ലാ വിഷയവും എല്ലാവരുമായും ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.